പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ഈ പ്രപഞ്ചം എത്രയോ മനോഹരമാണ്. അതുപോലെ തന്നെ എത്രയോ മനോഹരമാണ് ദൈവം സൃഷ്ടിച്ച ഈ അലകടലും. കടലോളം നന്മയുള്ള ഈ അമ്മ വിളക്ക് ജീവിതത്തിലൂടെയും വാക്കുകളിലൂടെയും എങ്ങനെ ഒരമ്മയ്ക്ക് ക്രിസ്തു ശിഷ്യയാകാം എന്നതിൻ്റെ ഉത്തമ മാതൃകയാണ്. തൃശൂർ അതിരൂപതയിൽ യറവ് സെന്റ് തെരേസാസ് ഇടവക ദേവാലയത്തിൽ മാളിയേക്കൽ കുടുംബത്തിൽ ആൻഡ്രൂസ് മാഷിന്റെ ഭാര്യയാണ് യറവ് ദേശക്കാർക്ക് മുഴുവൻ സുപരിചിതയായ റീത്ത ടീച്ചർ. ഞാനൊരു അധ്യാപികയായിരുന്നു. 25 വർഷത്തോളം കുട്ടികളോടൊത്തുള്ളൊരു ജീവിതമായിരുന്നു. ആ കാലഘട്ടത്തിലെ മാനേജ്മെൻറ്റ് സ്കൂളുകളിലെ, എയ്ഡഡ് സ്കൂളുകളിലെ UP നിലവാരത്തിലുള്ള കുട്ടികളുടെ കൂടെ ഒക്കെ പഠിപ്പിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ജീവിതത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങളെ കൊണ്ട് PSC എഴുതാനും ഗവൺമെൻറ് സർവീസിൽ പ്രവേശിക്കാനും ദൈവം എന്നെ അനുഗ്രഹിച്ചു. അങ്ങനൊരു ഹൈസ്കൂൾ അധ്യാപികയായിട്ട് വീണ്ടും ജോലിയിൽ കയറി. ഗവൺമെൻറ് സർവീസിൽ പ്രവേശിച്ചാലും കുട്ടികൾക്ക് മൂല്യബോധവും സ്നേഹവും ഉണ്ടാക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ അവരെ ആ പാതയിലൂടെ നയിക്കാനായിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഞങ്ങൾ അധ്യാപകരുടെ മുന്നിൽ വന്നുപെടാറുള്ളതായിട്ട് അനുഭവമുണ്ട്. അതിലൂടെ അവരെ നയിച്ചു കൊണ്ടുപോകാൻ ഒരു എഫേർട്ട്, ഒരു അധ്യാപകൻ എന്നുള്ള നിലയിലുള്ള ഒരു മുൻകൈ എടുക്കൽ നമ്മൾ ചെയ്താൽ അവർ ആ വഴിയെ തനിയെ വന്നോളും എന്നുള്ളത് എൻ്റെ ഒരു ജീവിതാനുഭവമാണ്. പെൺകുട്ടികൾ മാത്രമുള്ള മോഡൽ ഗേൾസിലും മിക്സഡ് സ്കൂളുകളിലും പഠിപ്പിക്കാനായിട്ട് ഇടവന്നിട്ടുള്ളതിൽ നിന്ന് കുട്ടികളുമായുള്ള ആ പരിചയം, അവരെവിടെ കണ്ടാലും ഞങ്ങളെ തിരിച്ചറിഞ്ഞ് ഓടി വരാനുള്ള അവരുടെ ആ സന്മനസ്, ഫുട്പാത്ത് കച്ചവടം ചെയ്യുകയാണെങ്കിലും അവരോടി വരും ടീച്ചറെ എന്ന് വിളിച്ച്. ഞങ്ങളുടെ ഒരു ധനമാണ് അതെന്ന് അവരോട് പറയാറുമുണ്ട്. അവരത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളോട് പെരുമാറാറുമുണ്ട്. ഞങ്ങളെ ടീച്ചറാണ് റീത്ത ടീച്ചർ. സത്യത്തിൽ ഞാൻ 1979 ഈ സ്കൂളിൽ വന്ന് ആദ്യമായിട്ട് ഇവിടെ ചേരുന്നത്. അന്നേ മുതൽ തന്നെ ഈ സ്കൂളിൽ യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയം നല്ല രീതിയിൽ രാഷ്ട്രീയത്തിന് അതിപ്രസരം ഉണ്ടായിരുന്ന ഒരു സ്കൂൾ തന്നെയാണ്. സംഘടനാ പ്രവർത്തനം നല്ല രീതിയിൽ നടന്നിരുന്നെങ്കിലും സ്കൂളിൻ്റെ അധ്യയനത്തിനൊന്നും വലിയ കോട്ടം തട്ടാത്ത രീതിയിൽ അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെ തമ്മിലുള്ള ബന്ധം വളരെ നല്ല രീതിയിലുള്ള ബന്ധം തന്നെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. 84 ഞാൻ ഇവിടുന്ന് SSLC കഴിയുന്നത്. അപ്പോൾ ഞങ്ങളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ടീച്ചർ ഒരു പ്രത്യേക ശൈലി തന്നെയാണെന്ന് ടീച്ചർക്ക് ഉണ്ടായിരുന്നത്. ഞങ്ങൾ ടീച്ചറെ ക്ലാസ്സിലൊക്കെ സ്ഥിരം ഞങ്ങൾ കയറുന്ന ആളുകളാണ്. ഇടയ്ക്കൊക്കെ ക്ലാസ് കട്ട് ചെയ്യുന്ന കുറുമ്പൊക്കെ ഞങ്ങൾക്ക് ഉണ്ട്. എന്നിരുന്നാലും ടീച്ചർ ക്ലാസ്സൊന്നും ഞങ്ങൾ അങ്ങനെ ഇതുവരെയും കയറാതിരുന്നിട്ടില്ല. കുറേ കാലം, എനിക്ക് എത്ര കാലം ഇവിടെ ടീച്ചർ 10 കൊല്ലത്തിലധികം ടീച്ചർ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയൊരു എന്താ പറയുക, കുട്ടികളുടെ ഒരു ബന്ധം ടീച്ചർക്കുണ്ട്. ഞങ്ങളൊക്കെ എവിടെ വെച്ച് കണ്ടാലും ടീച്ചറെ മനസ്സിലാക്കാതിരിക്കില്ല. അത്രയ്ക്കും അനുഭവങ്ങളുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. റീത്ത ടീച്ചർ എന്ന ഈ അധ്യാപിക ഈ വിദ്യാലയത്തിന്റെ പുണ്യമാണ്, ഈ വിദ്യാലയത്തിന്റെ സ്നേഹമാണ്, ഈ വിദ്യാലയത്തിന്റെ എല്ലാമാണ്. ഈ വിദ്യാലയത്തിനെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റിയതിൽ ഏറ്റവും പ്രധാന പങ്കുവഹിച്ച അധ്യാപകരിൽ ഒരാളാണ് റീത്ത ടീച്ചർ. റീത്ത ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഈ വിദ്യാലയം ജോലി ചെയ്യുന്ന ഒരിടം മാത്രമല്ല, തൻ്റെ ഒരു സ്നേഹഭവനം കൂടിയായിരുന്നു എന്ന് ടീച്ചർ അനുസ്മരിക്കുന്നു. 26 വർഷത്തെ അധ്യാപന സഫല്യ, 26 തലമുറകൾക്ക് അക്ഷരവെളിച്ചം നൽകിക്കൊണ്ട് ഇപ്പോഴും അറിവിന്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റീത്ത ടീച്ചർ ഈ വിദ്യാലയത്തിൽ 1995 മുതൽ 2000 വരെ സോഷ്യൽ സയൻസ് അധ്യാപികയായും സീനിയർ അസിസ്റ്റന്റായും സ്റ്റാഫ് സെക്രട്ടറിയായും പ്രവർത്തിച്ചു. ഈ വിദ്യാലയത്തിൽ നിന്ന് 2000 വർഷത്തിൽ പ്രധാന അധ്യാപികയായി പത്തനംതിട്ട ജില്ലയിലേക്കും തുടർന്ന് ചാവക്കാട് കടപ്പുറം സ്കൂളിലേക്കും പ്രധാന അധ്യാപികയായി ടീച്ചറുടെ സേവനം നീണ്ടുപോയി. 2004 അവിടെ നിന്നും സേവനത്തിൽ നിന്ന് വിരമിച്ചെങ്കിലും അക്ഷര വെളിച്ചം നൽകുക എന്ന പ്രക്രിയ അവിടെയും അവസാനിച്ചില്ല. വിദ്യാലയം എന്നത് അറിവിന്റെ കേന്ദ്രം മാത്രമല്ല, സമൂഹവും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടുന്ന ഒരു ട്രയാങ്കിൾ ആണ്.
ഓരോ കണ്ണിയെയും മികച്ച രീതിയിൽ വിളക്കി ചേർക്കുന്നതിൽ ഒരു അധ്യാപികയുടെ പങ്ക്, ഒരു സോഷ്യൽ എഞ്ചിനീയറുടെ പങ്ക് എന്നത് വളരെ വലുതാണ്. അത്തരത്തിലുള്ള മികച്ച ഒരു സോഷ്യൽ എഞ്ചിനീയറാണ് നമ്മുടെ റീത്ത ടീച്ചർ. ആ കാലഘട്ടത്തിലാണ് ഞാൻ ഒരു കാറ്റീസം അധ്യാപികയായിട്ട് പള്ളിയിലെ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാൻ തുടങ്ങിയത്. മക്കളുടെ പപ്പ അധ്യാപകന ജോലിയിൽ വേദപാഠ അധ്യാപകനായിട്ട് ഞാനൊക്കെ ആ ഫീൽഡിലേക്ക് കടക്കുന്നതിന് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ അതിൽ പ്രവേശിച്ചിരുന്നു. ആ അധ്യാപന ജോലി, അതായത് വേദപാഠ ക്ലാസ്സുകളിലേക്ക് പോകുന്നത്, തമ്പുരാൻ പറഞ്ഞ കാര്യങ്ങള് പ്രാവർത്തികമായി കുട്ടികളിലേക്ക് അയച്ചണമെന്നുണ്ടെങ്കിൽ അത് ആദ്യമായിട്ട് നമ്മൾ ഗ്രഹിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യണം എന്നുള്ളൊരു ബോധം പെട്ടെന്ന് എന്നിൽ ഉളവാവാനോടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബൈബിളിൽ പറയുന്ന പല കാര്യങ്ങളും, നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ പലതും പ്രാവർത്തികമാക്കിയിട്ട് കുട്ടികളോട് പറയാൻ, എങ്കിലേ അതിനൊരു ഫലം ഉണ്ടാവുള്ളൂ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ എങ്ങനെയൊക്കെയോ വേർപിടിക്കാൻ ഇടയാവുകയും ആ ഒരു രീതി എന്നിൽ വളർന്നു വരാൻ ഇടവരികയും ചെയ്തിട്ടുണ്ട്. എറവ് മതബോധന യൂണിറ്റിന്റെ ഇപ്പോഴത്തെ പ്രധാന അധ്യാപകൻ എന്ന നിലയിൽ റീത്ത ടീച്ചറെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് ടീച്ചർ ഈ ഇടവകയ്ക്ക് മതബോധന അധ്യാപിക എന്ന നിലയിൽ ചെയ്ത സേവനങ്ങൾ തന്നെയാണ്. 2014 വരെ ദീർഘകാലം ടീച്ചർ ഈ യൂണിറ്റിലെ മതബോധന അധ്യാപികയായിരുന്നു. ഈ കാലഘട്ടത്തിലെല്ലാം ടീച്ചറുടെ ഹസ്ബൻഡായ ആൻഡ്രൂസ് മാസ്റ്റർ പ്രധാന അധ്യാപകനുമായിരുന്നു. രണ്ടുപേരുടെയും സേവനം ഒരുമിച്ച് ലഭിച്ചു എന്നൊരു പ്രത്യേകതയും ഈ കാലഘട്ടത്തിലുണ്ട്. തുടർന്ന് 2014 വിരമിച്ചതിന് ശേഷവും 2018-19 കാലഘട്ടത്തിൽ ടീച്ചറുടെ സേവനം മറ്റൊരു രീതിയിൽ ഈ ഇടവകയ്ക്ക് ലഭിക്കുകയുണ്ടായി. 2018 ക്ലാസ് PTA എന്നൊരു ആശയം അന്നത്തെ വികാരിയച്ഛൻ കൊണ്ടുവന്നു. എല്ലാ ഞായറാഴ്ചയും ഏതെങ്കിലും ഒരു ക്ലാസിന്റെ ക്ലാസ് PTA. ആ ക്ലാസ് PTAയിൽ ആ ക്ലാസ്സിലെ കുട്ടികളുടെ രക്ഷിതാക്കൾ എല്ലാവരും തന്നെ വരുമായിരുന്നു. അവർക്ക് ടീച്ചർ ക്ലാസ് കൊടുത്തിരുന്നു. അതിൽ പ്രധാനമായിട്ടും ടീച്ചർ സ്റ്റിക്ക് ഓൺ ചെയ്തൊരു വിഷയം എന്നത് ദൈവം നമുക്ക് തന്ന മക്കളെ പള്ളിയോട് ചേർത്ത് നിർത്തി എങ്ങനെ ദൈവത്തിൽ വളർത്തിയെടുക്കാം എന്നതായിരുന്നു. ഒരു രക്ഷിതാവ് എന്ന നിലയിൽ ആ ക്ലാസ്സിൽ ഇരിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ആൻഡ്രൂ സാറിൻ്റെയും റീത്ത ടീച്ചറുടെയും വീട്ടിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ദൈവവചനങ്ങളാണ്. മതിലുകളിൽ നിറയെ ദൈവവചനങ്ങൾ എഴുതി വച്ചിരിക്കുന്നു. ഇപ്പോഴും ആ ദൈവവചനങ്ങൾ ആ മതിലുകളിലുണ്ട്. മതിൽ കടന്ന് വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന വാതിൽ മുതൽ വീടിൻ്റെ എല്ലാ ഭാഗത്തും കുടുംബജീവിതത്തിൻ്റെ സുന്ദര നിമിഷങ്ങൾ ഒപ്പിയെടുത്ത ഫോട്ടോകളും ശാലോം ഉൾപ്പെടെയുള്ള പ്രസിദ്ധീകരണങ്ങളിൽ വന്ന നല്ല ഫോട്ടോകളും വെട്ടി ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് കാണാം. മഹവ്യക്തികളുടെ കോട്ടുകൾ അതെല്ലാം ആ ചുമരുകളിൽ കാണാം. അത് വായിക്കുമ്പോൾ നേരിട്ട് വായിക്കുന്നവൻ്റെ ഹൃദയങ്ങളിലേക്കാണ് ആ ആശയം കടന്നു ചെല്ലുന്നത്. നമ്മുടെ ശാലോം മാഗസീനിലും അതുപോലെ മറ്റുള്ള ക്രിസ്തീയ പരസ്യങ്ങളിലും പത്രങ്ങളിലും ഒക്കെ കാണുന്ന പടങ്ങൾ വെട്ടിയെടുത്ത് ഒട്ടിക്കാനുള്ളൊരു പ്രചോദനം എൻ്റെ മനസ്സിലുണ്ടാവുകയും അതിന് ഇവരുടെ പപ്പ വളരെയധികം എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇവിടെ കടന്നു വരുന്നവരും പലപ്പോഴും പറയാറുണ്ട്, ഇവിടേക്ക് വരുമ്പോൾ ഒരു ദൈവിക സ്മരണ ഉണ്ടാവണം. എനിക്കും അത് ഫീൽ ചെയ്യാറുണ്ട് പലപ്പോഴും. ഒരു പോസിറ്റീവ് എനർജി ലഭിക്കുന്ന പോലെ വീടിനകത്തേക്ക് കടക്കുമ്പോൾ മറ്റ് ചിന്തകളിൽ നിന്നൊക്കെ മനസ്സ് മുക്തമായി ഒരു ദൈവിക സാന്നിധ്യ സ്മരണ മനസ്സിലെപ്പോഴും സ്വർഗം നമ്മുടെ കൂടെയുണ്ട് എന്നൊരു ചിന്ത മനസ്സിലേക്ക് കടന്നു വരാനായിട്ട് ഈ പടങ്ങൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ടീച്ചറുടെ ഡ്രസ് കോഡ് വളരെ പ്രത്യേകതയുള്ളതാണ്. ടീച്ചറാണ് അത് ഡിസൈൻ ചെയ്യുന്നത്, ടീച്ചറാണ് അതിൽ പെയിൻറ്റിങ് ചെയ്യുന്നത്. വളരെ മാന്യമായ, വളരെ ഫാഷനബിളായ ഡ്രസ് കോഡാണ്. ഒരുപക്ഷെ ഇടവകയിൽ പോലും ഇത്തരത്തിൽ ഈ പ്രായത്തിൽ സ്വന്തം ഡ്രസ് കോഡ് ഡിസൈൻ ചെയ്യുന്നവർ വിരളമായിരിക്കും. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാ. നമ്മൾ തന്നെ തുണിയെടുത്ത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള തുണികൾ കൊണ്ട് സ്കേർട്ട് തയ്പ്പിക്കും. അതുപോലെ ഒരു ഷർട്ട് അത് മോഡിഫൈ ചെയ്തെടുക്കണം. പിന്നെ ഇതിലെ ചിത്രപ്പണികൾ ഞാൻ തന്നെ ചെയ്യും. ഫാബ്രിക് പെയിന്റ് കൊണ്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് വലിയൊരു മെച്ചം എനിക്ക് തോന്നിയിട്ടുണ്ട്.
എന്ന് വെച്ചാൽ ആ ഫാബ്രിക് പെയിന്റ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും മനസ്സങ്ങടെ വിമലീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ക്ലീൻ സ്ലേറ്റ് പോലെയാവും, നമ്മൾ ഫ്രഷ് ആവും. അങ്ങനെ ഒരു ആസ്പെക്റ്റ് ഇതിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു നാടിനെ സംബന്ധിച്ച് നാടിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അവിടുത്തെ കുടുംബങ്ങളാണ്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം പലപ്പോഴും ആലോചിക്കാറുണ്ട്, എറവിടോയെ സംബന്ധിച്ചിടത്തോളം മാളിയേക്കൽ കുടുംബം ആൻഡ്രൂസ് മാഷെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, പിന്നെ റീത്ത ടീച്ചറും. വിശ്വാസത്തിന്റെ വലിയ ഗോപുരങ്ങളായിരുന്നു ഇവർ രണ്ടുപേരും. ഒരുപക്ഷെ ഈ നാട്ടിലെ കുട്ടികളെ വാർത്തെടുക്കുന്നതിൽ ഈ അധ്യാപകർ കാണിച്ചിട്ടുള്ള വലിയ മനസ്സ് അത് എടുത്തു പറയത്തക്കതാണ്. ഒരുപാട് വർഷം ആൻഡ്രൂസ് മാഷ് കാറ്റിസം അധ്യാപകനായും പ്രധാന അധ്യാപകനായും കുട്ടികളുടെ ഇടയിൽ വിശ്വാസം വളർത്തിക്കൊണ്ടുവരുവാൻ വലിയ മനസ്സ് കാണിച്ചു. അതുതന്നെയാണ് ടീച്ചർ സംബന്ധിച്ചിടത്തോളം. എല്ലാ ദിവസവും ദേവാലയത്തിലേക്ക് വന്ന് വിശ്വാസത്തോടുകൂടെ വിശുദ്ധ കുർബാന സ്വീകരിച്ച് അത് മക്കൾക്ക് ജീവിച്ച് കാണിക്കുമ്പോൾ തീർച്ചയായും മക്കളിൽ ധാരാളം ഫലങ്ങൾ ഉണ്ടാവും. ഒരുപക്ഷെ ഇവരുടെ കുടുംബത്തിലെ 2 ദൈവവിളികളും ഇതിന് വലിയ ഒരു ഉദാഹരണമാണ്. മാതാപിതാക്കൾ എങ്ങനെയാണോ മക്കൾക്ക് വിശ്വാസം കൈമാറുന്നത്, അതനുസരിച്ച് മക്കൾ വളർന്നു വരുമെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവരുടെ കുടുംബം. മക്കൾക്ക് ലഭിച്ച ദൈവവിളി തിരിച്ചറിഞ്ഞ് തന്റെ 2 മക്കളെയും കർത്താവിന്റെ മുന്തിരിത്തോപ്പിൽ വേല ചെയ്യാൻ, സന്യാസം തിരഞ്ഞെടുക്കുവാനൊക്കെയുള്ള ത്യാഗപൂർണമായ തീരുമാനമെടുത്ത് താനൊരു ക്രിസ്തു ശിഷ്യയാണെന്ന് ജീവിതം കൊണ്ട് ഏറ്റുപറയുന്നു റീത്ത ടീച്ചർ. ദൈവവിളി പ്രോത്സാഹനം എന്ന വിധത്തിൽ പറയാനൊക്കില്ലെങ്കിലും കുടുംബ പ്രാർത്ഥന ഞങ്ങൾ മുടങ്ങാതെ നടത്തിയിരുന്നു. കൊന്ത ചൊല്ലും, മരിച്ച വിശ്വാസികളുടെ ആത്മാക്കളെക്കുറിച്ചുള്ള കുറിച്ചെത്തിക്കുന്ന പ്രാർത്ഥന ചൊല്ലും. മുടങ്ങാതെ ചൊല്ലിയിരുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു നിത്യപുരോഹിതനായ ഈശോയെ എന്നുള്ള പ്രാർത്ഥന. ശുദ്ധിയുള്ള അച്ഛന്മാരെയും സന്യാസിനികളെയും സഭയ്ക്ക് നൽകണമേ എന്നുള്ളത് അത് ഹൃദയത്തിൽ തട്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണോ എന്നറിയില്ല. ഇവരുടെ മനസ്സുകളിലെ ഇങ്ങനെ ഒരു ചിന്ത രൂപപ്പെടാൻ ഇടവന്നത് എന്നറിഞ്ഞുകൂടാ. എന്തോ ദൈവം അങ്ങനെ പ്രവർത്തിച്ചു. അതിനോട് ഞങ്ങൾ സഹകരിക്കുകയും ചെയ്തു. പപ്പ പ്രയാസപ്പെട്ടാണെങ്കിലും പിന്നീട് അതിനോട് ചേർന്ന് പോവാൻ ഇടവന്നു. അമ്മയെപ്പോലെ തന്നെ ക്രിസ്തുവിന്റെ മുഖമായി മാറുകയാണ് ഈ മക്കൾ. ടീച്ചറെ പോലെ പഠിപ്പിക്കുക എന്ന മിഷൻ തിരഞ്ഞെടുത്ത മക്കളിൽ മകൻ റവറൻഡ് ഡോക്ടർ ഫാദർ ജോളി മാളിയേക്കൽ CMI സഭാംഗവും കേരളത്തിലെ പ്രശസ്തമായ ക്രൈസ്റ്റ് കോളേജിന്റെ പ്രിൻസിപ്പളുമായി സേവനമനുഷ്ഠിക്കുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്താണ് ദേവുള്ളി ക്യാമ്പിന് പങ്കെടുക്കണമെന്ന് പറഞ്ഞതും അതിനുവേണ്ടി പോയതും. അങ്ങനെ പോയി വന്ന അവനെ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ പപ്പയ്ക്ക് അത് കേട്ടപ്പോൾ വലിയ പ്രയാസമായിരുന്നു. ഒരു മകനല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രയാസങ്ങൾ പപ്പ വളരെയധികം മാനസികമായിട്ട് പപ്പയ്ക്ക് ഉണ്ടായിരുന്നു, വിഷമങ്ങളുണ്ടായിരുന്നു. എന്നുവരികിലും അവസാനം അത് എല്ലാം ദൈവത്തിലങ്ങ് അർപ്പിച്ചുകൊണ്ട് മുതിർന്നവരുടെ, അച്ഛന്മാരുടെ, എൻ്റെ സഹോദരന്മാരുടെ ഒക്കെ അഭിപ്രായങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അതൊക്കെ പപ്പയെ സ്വാധീനിച്ചിട്ടുണ്ട് മാനസികമായിട്ട്. അങ്ങനെ അവസാനം അവനെ ഞങ്ങൾ സന്യാസ ഭവനത്തിലേക്ക് പറഞ്ഞേക്ക് തന്നെയാണ് ചെയ്തത്. ഏത് വൈദികരെ കുറിച്ചും പറയാവുന്ന പോലെ തന്നെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടാവുക അവരുടെ അമ്മമാർ തന്നെയായിരിക്കും. അതുപോലെ തന്നെയാണ് എൻ്റെ അമ്മയും. എന്നെ തമ്പുരാൻ്റെ ആ വഴികളിൽ വളർത്തുക, ശിക്ഷണം നൽകുക, സ്നേഹം നൽകുക, അതൊക്കെ ചെയ്തിട്ടുള്ളത് അമ്മയാണ്. ജീവിതത്തെ ലോജിക്കോടു കൂടിയും വിശ്വാസത്തോടു കൂടിയും ഒരുപോലെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയോടുകൂടി നോക്കിക്കാണുന്ന ആ ഒരു വിവേകം അമ്മയുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള രീതിയിൽ HM ഒക്കെ ആയിരുന്ന സമയത്തൊക്കെ അമ്മ ചില കാര്യങ്ങളൊക്കെ ഇടപെടുകയും സർക്കാർ മേഖലകളിലൊക്കെ ആണല്ലോ, അതിലൊക്കെ ഏറ്റവും സത്യസന്ധമായിട്ട് ഏറ്റവും എല്ലാവർക്കും പറ്റാവുന്ന ആ ഒരു ശുശ്രൂഷയുടെ മനോഭാവവും മാക്സിമൈസ് ചെയ്ത് അമ്മ ചെയ്യുന്നത് മനസ്സിലാക്കാനായിട്ട് ഇടവന്നിട്ടുണ്ട്.
പത്തനംതിട്ട ജില്ലയിലെ ട്രൈബൽ സ്കൂളിൽ അമ്മ ഹെഡ് മിസ്ട്രസ്സായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ആ മക്കളോടൊക്കെ ഞാനപ്പോൾ വൈദിക പരിശീലന കാലഘട്ടങ്ങളിലാണ് അമ്മ അവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ അമ്മ അത് ഷെയർ ചെയ്യാറുണ്ട്. സ്വന്തം മക്കൾ എന്നുള്ള രീതിയിലാണ് അമ്മ മക്കളെ കണ്ടിരുന്നത്. അതാണ് അമ്മയുടെ ജീവിതത്തിൽ എനിക്ക് എടുത്തു പറയാനായിട്ട് തോന്നുന്ന ഒരു കാര്യം. അപ്പോൾ അതെനിക്കൊരു വെല്ലുവിളിയായിട്ട് പലപ്പോഴും തോന്നാറുണ്ട്. ഞാനിപ്പോൾ പഠിപ്പിക്കുന്നു, ഞാനിപ്പോൾ പ്രിൻസിപ്പാളുടെ ജോലി ചെയ്യുന്നു. അവിടെയൊക്കെ അതൊരു സ്ഥാനം അല്ലെങ്കിൽ ഒരു പഠിപ്പിക്കൽ അതിൽ മാത്രമായിട്ട് നിൽക്കാതെ ടു ഗെറ്റ് ഇൻവോൾവ് ഇൻ ദ ലൈഫ് ഓഫ് ദ സ്റ്റുഡൻസ്, അവരുടെ കുടുംബങ്ങളിലേക്ക്, അവരുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങണം. അങ്ങനെ ഇറങ്ങുമ്പോഴാണ് നമുക്ക് അവരെ തൊടാൻ പറ്റുള്ളൂ. നമ്മുടെ ജീവിതം യഥാർത്ഥത്തിലുള്ളൊരു സാക്ഷ്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ജീവിതമായിട്ട് രൂപാന്തരപ്പെടാൻ അങ്ങനെ ഇറങ്ങുമ്പോഴാണ്, അവരുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ മനുഷ്യരെ കാണുന്നത്, തമ്പുരാൻ്റെ മനുഷ്യരെ കാണുന്നത്, മറ്റെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് മാറിപ്പോകും. എല്ലാ അതിർവരമ്പുകളും നമ്മുടെ മനസ്സിൽ നിന്ന് മാറിപ്പോകും. ജാതി, മതം ഇതൊക്കെ മാറിപ്പോകും. അതിനെ സ്വന്തമായിട്ട് കാണാനും അവരെ സ്നേഹിക്കാനും അപ്പോൾ സാധിക്കും. അത് അമ്മയുടെ ജീവിതം ഇന്ന് ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ, ഒരു പ്രിൻസിപ്പൾ എന്നുള്ള നിലയിൽ എൻ്റെ മുമ്പിൽ വരുന്നൊരു വെല്ലുവിളിയാണ് എന്നുകൂടി ഞാൻ സ്നേഹത്തോടു കൂടി അവസരത്തിൽ പറയാണ്. കാരണം അമ്മ അങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട്. കൊച്ചുനാളിൽ പറയുന്ന നിത്യപുരോഹിതനായ ഈശോയെ, ആ പ്രാർത്ഥനയിൽ ദൈവജനം എന്നാണ് ആഗ്രഹിക്കുന്നത് അതുപോലത്തെ ഒരു വൈദികരാകാൻ ഈശോ എന്നെ അനുഗ്രഹിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന ഇവരുടെ ജീവിതം, പപ്പയുടെ വിശ്വാസം, അമ്മയുടെ സ്നേഹവും ശുശ്രൂഷയും എന്നെ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നെ ഒരർത്ഥത്തിൽ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഒരർത്ഥത്തിൽ എന്നെ പിടിച്ച് മുകളിലേക്ക് തമ്പുരാനിലേക്ക് എത്തിക്കുന്നത് എന്ന് കൂടി സാക്ഷ്യമായിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെയുള്ള അമ്മമാരൊക്കെ ഉള്ളത് കൊണ്ടാണ് അച്ഛന്മാരിതുപോലെയൊക്കെ സുവിശേഷം പ്രസംഗിക്കാനും തമ്പുരാൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യാനും ഒക്കെ അവസരമുണ്ടാകുന്നത് തന്നെ. നോക്കുക, 50 വർഷം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞിട്ട്. 1974 വിവാഹം. അതിനുശേഷം പ്രിയപ്പെട്ട ഭർത്താവ് തമ്പുരാൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞ ശേഷം ഒറ്റയ്ക്കാണെങ്കിലും ഒറ്റയ്ക്കല്ല, ഞങ്ങൾക്കൊക്കെ അമ്മയായിട്ടാണ് ഈ അമ്മ എന്ന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ക്രൈസ്റ്റ് ആശ്രമത്തിൽ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുന്ന ഒരാളാണ്. തൻ്റെ പ്രിയപ്പെട്ട മകനെ കാണുന്നതോടൊപ്പം ഞങ്ങളെയൊക്കെ മക്കളായി കണ്ടുകൊണ്ട് തന്നെയാണ് ഈ അമ്മച്ചി ക്രൈസ്റ്റ് ആശ്രമത്തിലേക്ക് വരുന്നതും സന്ദർശിക്കുന്നതും ഒക്കെ. അതുപോലെ തന്നെ മകളുടെ അടുത്തേക്കും CMC സന്യാസിനി സമൂഹത്തിൻ്റെ അടുത്തേക്കും സന്തോഷത്തോടു കൂടെ പോകുന്ന ഒരമ്മയുടെ മുമ്പിലാണ് നമ്മൾ കാണുന്നത്, നിൽക്കുന്നത് തന്നെ. CMC സഭയുടെ കോയമ്പത്തൂർ പ്രൊവിൻസ് അംഗമായ റീത്ത ടീച്ചറുടെ മകൾ ഡോക്ടർ സിസ്റ്റർ ജൂലിയ തൃശ്ശൂരിലെ സെന്റ് തോമസ് കോളേജിൽ അധ്യാപികയായി സേവനമനുഷ്ഠിക്കുന്നു. മോളുടെ കേസിൽ പറയുകയാണെങ്കിൽ അവൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടു, അപ്പോൾ നിനക്ക് പ്രായപൂർത്തിയായിട്ടില്ല, കുറേയും കൂടിയൊക്കെ ചിന്തിക്കാനുണ്ട്, ആലോചിക്കണം, പെട്ടെന്ന് എടുക്കേണ്ട ഒരു തീരുമാനമല്ല എന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് അവൾ പ്രീ ഡിഗ്രിക്ക് ചേർന്നു, പഠിച്ചു. പഠിക്കാൻ മിടുക്കത്തിയൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ വീണ്ടും ആവശ്യപ്പെട്ടു. അപ്പോഴും പോരാ മോളെ, ഇത് പോരാ, നീ ഡിഗ്രിക്ക് ചേരേ, ഡിഗ്രി കഴിയട്ടെ, നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഡിഗ്രിക്ക് അവർ ചേർന്നു, പഠിച്ചു, നല്ല മാർക്കോടെ പാസ്സായി. ഡിഗ്രി കഴിഞ്ഞപ്പോൾ വീണ്ടും അവളത്, ഡിഗ്രി എന്ന് പറയുമ്പോൾ ഒരു 18 വയസ്സൊക്കെ ആവുന്നൊരു പ്രായം, 18-19 ആയല്ലോ മക്കള്. അങ്ങനെയുള്ളൊരു പ്രായം കഴിഞ്ഞിട്ടും അവള് റിസൾട്ട് അറിഞ്ഞതിന് ശേഷം അത് പറഞ്ഞപ്പോൾ ഇതിലെന്തോ ഉണ്ടല്ലോ, ഒരു കാമ്പുണ്ടല്ലോ എന്ന് തോന്നി. എൻ്റെ ഫലമായിട്ട് എൻ്റെ ഒരു സഹോദരൻ വൈദികനുണ്ട്, CMI വൈദികൻ തന്നെ, അദ്ദേഹത്തോട് അതിനെപ്പറ്റി ആലോചിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് അവളോട് പേഴ്സണലായിട്ട് സംസാരിക്കുകയും പിന്നീട് അങ്ങേരുടെ ഉപദേശം അവൾ സ്വീകരിക്കുകയും അതിൻ്റെ ഫലമായിട്ട് വീണ്ടും MSc വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് സെൻറ് മേരീസിൽ ചേർന്ന് MSc മാത്സ് എടുത്തുകൊണ്ട് അവൾ തുടർന്ന് പഠിക്കുകയും ചെയ്തു. അങ്ങനെ ആ 2 കൊല്ലം കഴിഞ്ഞു. ആ 2 കൊല്ലം കഴിഞ്ഞ വെക്കേഷനിൽ അവളുടെ ജീവിതം മുന്നോട്ട് പോകാനുള്ള വേറെ ചില വഴികൾ ഞാൻ ചിന്തിക്കുന്നതിൻ്റെ ഫലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എന്നും ഒരിക്കലും അവൾക്ക് തോന്നി എൻ്റെ വഴി
തമ്പുരാന്റെ വഴി തന്നെയാണെന്നുള്ളൊരു തിരിച്ചറിവ് അവൾക്ക് ബോധ്യമായതിനെ തുടർന്ന് അവൾ വീണ്ടും അത് ആവശ്യപ്പെടുകയും അങ്ങനെ ആ സമർപ്പിത ജീവിതത്തിലേക്ക്, അതും കർമ്മലീത്ത സഭയിലേക്ക് തന്നെ, ചാവറയച്ചൻ്റെ സമർപ്പിത സഭയിലേക്ക് തന്നെ അവളും നീങ്ങുകയാണ് ഉണ്ടായത്. കർമ്മല മാതാവിന്റെ സന്യാസിനി സമൂഹത്തിലേക്ക് തന്നെ ചേട്ടൻ വൈദികനായിട്ട് കടന്നു ചെല്ലുകയും ഞാൻ സിസ്റ്ററാകാനായിട്ട് തിരഞ്ഞെടുക്കാനൊക്കെയും ഇടവന്നതിൻ്റെ ഒരു കാരണം ചാവറയച്ചനോടുള്ള ഒരു ഭക്തി അമ്മയുടെ ജീവിതത്തിലും അമ്മ ചെറുപ്പത്തിൽ ഞങ്ങൾക്കത് പകർന്നു തരാനായിട്ട് ഇടവന്നിട്ടുണ്ട്. കാരണം അമ്മയുടെ സ്വന്തം ചേച്ചി സിസ്റ്റർ മരിയ CMC കോയമ്പത്തൂര് ജയറാണി പ്രോവിൻസിൻ്റെ അംഗമാണ്. ആളാണ് ചാവറയച്ചൻ്റെ നാമകരണ പ്രാർത്ഥന 1985 ശേഷമൊക്കെ ഉണ്ടായിട്ടുള്ള പ്രാർത്ഥന ഞങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരികയും ഞങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും ആ പ്രാർത്ഥന ചൊല്ലുകയും നിയോഗങ്ങൾ അമ്മ വയ്ക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ നിയോഗങ്ങളൊക്കെ ഞങ്ങളുടെ കുടുംബത്തിനെ സാധിച്ചു കിട്ടാനായിട്ടും ഇടവന്നിട്ടുള്ളത് അമ്മയുടെ ആ ഒരു ആഴമായിട്ടുള്ള പരിശുദ്ധ അമ്മയോടുള്ള ബന്ധത്തിൽ നിന്ന് കൂടിയാണ്. ചാവറയച്ച എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അമ്മമാരുടെ പ്രാർത്ഥന മക്കളുടെ പ്രാർത്ഥന പോലെ ദൈവം കേൾക്കുന്നു. അപ്പോൾ അത് വലിയൊരു ഞങ്ങൾക്കൊരു മുതൽക്കൂട്ടാണ് അമ്മയുടെ ഈ പ്രാർത്ഥനയും സ്നേഹവും. കാരണം അമ്മയുടെ ഈ ആഴമായ പ്രാർത്ഥനയിൽ നിന്നും ത്യാഗത്തിൽ നിന്നുണ്ടായിട്ടുള്ള സൽഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ടുള്ളവർക്കും ഒരുപാട് ഇടവന്നിട്ടുണ്ട്. ഞങ്ങളോട് ഒരു പ്രാർത്ഥന ചോദിക്കുമ്പോഴൊക്കെ ഞാൻ വന്ന് അമ്മയോട് ആ കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഷെയർ ചെയ്യാറുണ്ട്. അമ്മ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ആ കാര്യങ്ങൾ നടന്നു കിട്ടുമ്പോൾ അത്ഭുതകരമായിട്ട് പരിശുദ്ധ അമ്മ ഇടപെട്ട സാഹചര്യങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അമ്മയുടെ ജീവിതവും പപ്പയുടെ ജീവിതവും ഞങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം പപ്പ രോഗാവസ്ഥയിൽ തളർന്ന് 1.5 വർഷത്തോളം കിടന്നപ്പോൾ അമ്മ പപ്പയെ ശുശ്രൂഷിക്കുന്നത് കണ്ട് ഞങ്ങളുടെ മനസ്സിലും മറ്റു പലരുടെ മനസ്സിലും ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ് ഇത്ര അഗാധമായിട്ട് ആളുകൾക്ക് സ്നേഹിക്കാൻ പറ്റുമെന്ന്. ഇപ്പം ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, ഞങ്ങളോട് പറയാനിട വന്നിട്ടുണ്ട് പലരും, നിന്റെ അമ്മ പപ്പേനെ സ്നേഹിക്കണ പോലെ നീ ഈശോനെ സ്നേഹിച്ചാൽ മതി. അങ്ങനെ സ്നേഹിക്കാൻ പറ്റണേ എന്നൊരു പ്രാർത്ഥന ഇപ്പോഴും ചേട്ടൻ്റെയും എൻ്റെയും മനസ്സിൽ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളത് പരസ്പരം പറയുകയും ചെയ്യാറുണ്ട്. ഞങ്ങൾ രണ്ടുപേരുടെയും ദൈവവിളിയിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ആൾ തന്നെയാണ് അമ്മ. എൻ്റെ ചെറുപ്പത്തിലെ ഒരു ആർട്ടിക്കിൾ സ്കൂൾ മാഗസീന് വേണ്ടി എഴുതി കൊടുക്കാനുള്ള സാഹചര്യത്തിൽ ഞാൻ അമ്മയെക്കുറിച്ചാണ് ആ ആർട്ടിക്കിൾ എഴുതിയതെന്ന് ഇന്ന് സ്നേഹപൂർവ്വം ഓർക്കണം. സേക്രഡ് ആർട്സ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആ ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ പപ്പ ആ ആർട്ടിക്കിൾ എടുത്ത് വായിച്ചു നോക്കി. അതിനുശേഷം പറഞ്ഞു, നീ പരിശുദ്ധ അമ്മേനെ കുറിച്ച് എഴുതിയിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടുള്ളത്. അപ്പം ഞാനോടൊരു പപ്പോട് പറഞ്ഞു, പപ്പേ ഞാൻ നമ്മുടെ അമ്മേനെ കുറിച്ചാണല്ലോ എഴുതിയത്. അപ്പം പപ്പ പറഞ്ഞു, എനിക്കത് വായിച്ചപ്പോൾ പരിശുദ്ധ ദേവമാതാവിനെയാണ് ഓർമ്മ വന്നിട്ടുണ്ട്. അറിഞ്ഞുകൂടാ, എല്ലാ അമ്മമാർക്കും മുഖഛായകളൊക്കെ ഒരുപോലെ ആയിരിക്കാം, ഹൃദയത്തിൻ്റെ സൗന്ദര്യമായിരിക്കും അതിൻ്റെ കാരണമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തനിക്കുള്ള ഏക മകനും പിന്നെ ഏക മകളും കൂടി ദൈവവിളി തിരഞ്ഞെടുത്തപ്പോൾ വളരെയധികം വേദനയോടുകൂടിയാണ് ഈ അമ്മ അതിന് സമ്മതം നൽകിയത്. പക്ഷെ ഇപ്പോൾ ഈ വാർദ്ധക്യത്തിന്റെ സമയത്ത് 2 മാലാഖമാരെ പോലെയാണ് ഈ 2 മക്കളും ഈ അമ്മയെ കൊണ്ടു നടക്കുന്നത്. പ്രത്യേകിച്ച് സിസ്റ്റർ ജൂലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ സെന്റ് തോമസ് കോളേജിലാണ് സിസ്റ്റർ ഇപ്പോൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ സിസ്റ്റർ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ പഠിച്ചു വളർന്ന ഈ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് അവിടെ ശുശ്രൂഷ ചെയ്യാനായിട്ട് സിസ്റ്റർക്ക് സാധിക്കുന്നു. സിസ്റ്റർ ജൂലിയ ഞങ്ങളുടെ CMC സന്യാസിനി സമൂഹത്തിന് തന്നെ നല്ലൊരു അഭിമാനമാണെന്നുള്ള കാര്യം കൂടി ഞാനിവിടെ സന്തോഷപൂർവ്വം പറയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ മക്കളുടെ ഭവനങ്ങളിലൊക്കെ പോകുമ്പോഴും അല്ലാത്തപ്പോഴും അതെ, ലൗകികമായിട്ടുള്ള പല ഉയർന്ന സ്ഥാനമാനങ്ങളിലും മക്കൾ എത്തിപ്പെടാൻ ഇടയായേക്കാം. പക്ഷെ അതിലൊക്കെ ഉപരി അന്ന് അനുഭവിച്ച പ്രയാസങ്ങൾ ഒന്നും പ്രയാസങ്ങളല്ല എന്നൊരു തോന്നലാണ് ഇപ്പോൾ ഞങ്ങൾക്കുള്ളത്. തമ്പുരാന് വേണ്ടി ചെയ്യുന്നത് ഒന്നും വെറുതെ ആയിരിക്കില്ല എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ ഉറച്ചു വരാനും തമ്പുരാനിലേക്ക് ആഴപ്പെടാനും, ശരണം ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല നമ്മുടെ ജീവിതത്തിൽ എന്നുള്ള ചിന്തയിൽ അടിയുറയ്ക്കാനും ഒക്കെ ഈ സംഭവങ്ങൾ ഞങ്ങളെ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഈ അമ്മ തൻ്റെ സമയം വെറുതെ ചെലവഴിക്കല്ല, തമ്പുരാന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ തൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ അത് എഴുത്തിൽ കൂടെ പുസ്തക രൂപത്തിൽ കൂടെ ഈ സമൂഹത്തിന്
ശക്തമായിട്ടുള്ള എങ്ങനെ തമ്പുരാനെ കേൾക്കണം, താൻ കടന്നുപോയ വഴിയിൽ കൂടെ എങ്ങനെയൊക്കെയായിരുന്നു സഞ്ചരിച്ചിരുന്നത് എന്ന് വ്യക്തമാക്കുന്ന പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. തൻ്റെ ജീവിതം തൊട്ട് വിവാഹ ജീവിതം വരെയുള്ള ഒരു പുസ്തകം, അത് കഴിഞ്ഞിട്ടുള്ള വിവാഹ ജീവിതത്തിൻ്റെ 5 വർഷങ്ങളുടെ കഥകൾ പറയുന്ന 2ാമത്തെ പുസ്തകം, 3ാമത്തെ പുസ്തകത്തിൻ്റെ പണിപ്പുരയിലാണ്. കഴിഞ്ഞില്ല. ഈ പുസ്തകം വിറ്റ് കിട്ടുന്ന ഫണ്ട് പൂർണ്ണമായും മെഡഗാസ്കർ മിഷന് വേണ്ടിയിട്ട് സംഭാവന നൽകാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടെയാണ് ഈ അമ്മച്ചി എന്നുള്ളത് സന്തോഷത്തോടു കൂടെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഒരുപാട് ദൈവങ്ങളിലുള്ള നല്ല മണ്ണാണ് മെഡഗാസ്കറിലേത്. പക്ഷെ അവിടെ വൈദികരുടെയും സന്യാസിനികളുടെയും ഒക്കെ കുറവുള്ളത് കൊണ്ട്, അവർ ദൈവത്തിൻ്റെ വചനം കൊടുക്കാനുള്ള ആളുകളില്ലാത്തത് കൊണ്ടും ആ മിഷനെ വളർത്തേണ്ടത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. നമ്മെ വളർത്തിയത് മിഷണറിമാരാണ്, വിദേശ മിഷണറിമാരാണ്. ഇന്ന് നമ്മൾ സമ്പത്തുള്ള ആളുകളായി, സമ്പത്തുള്ള നമ്മൾ തന്നെ ഈ മിഷനെയൊക്കെ സഹായിക്കേണ്ട വലിയൊരു ആവശ്യകതയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതിനുവേണ്ടി സഹായിക്കുകയാണ് ഈ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം തന്നെ. എൻ്റെ ആദ്യത്തെ പുസ്തകം എഴുതാനിടയായ സാഹചര്യം മോൻ്റെ പട്ടത്തോടനുബന്ധിച്ച് മകൻ്റെ നിർബന്ധമായിരുന്നു. അവനെ അതിനെ പ്രേരിപ്പിച്ചത് എനിക്ക് തോന്നിയത്, കുട്ടിക്കാലത്ത് അവർ അമ്മ വീടുകളിൽ ഉണ്ടാവുമല്ലോ, സ്കൂൾ പൂട്ടുന്ന കാലത്തും മറ്റുമൊക്കെ. ആ സമയത്ത് അവൻ കണ്ട ഞങ്ങളുടെ വീട്ടിലെ ഗ്രാമാന്തരീക്ഷം അവനെ ഒരുപാട് മനസ്സിൽ പതിഞ്ഞു കിടപ്പുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതിൻ്റെ ഫലമായിട്ടാണോ എന്നറിയില്ല, അമ്മയുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് എഴുത് എന്ന് എന്നോട് നിർബന്ധിക്കുകയും, മനമില്ല മനസ്സോടെയാണ് ഞാനത് തുടങ്ങിയത്. പക്ഷേ അതങ്ങോട്ട് പുരോഗമിച്ചു. അങ്ങനെ ഒരു പുസ്തകം പൂർത്തിയാവുകയും ചെയ്തു. അതിൻ്റെ പേരും മോൻ തന്നെയാണ് ഇട്ടത്, സുഗന്ധസ്മരണകൾ. അങ്ങനെയാണ് ആദ്യത്തെ പുസ്തകം പുറത്തേക്ക് ഇറങ്ങിയത്. പിന്നെ രണ്ടാമതൊന്നും എഴുതും എന്നുള്ള ഒരു തോന്നലൊന്നും അക്കാലത്തുണ്ടായില്ല. എങ്കിലും ചില എഴുത്തുകാരെ യാദൃശ്ചികമായിട്ട്, നമ്മുടെ ഷാജി മാലിപ്പുറം അങ്ങനെയുള്ളവരതൊക്കെ വായിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ചില കത്തുകൾ അയച്ചു, ടീച്ചർ തുടർന്ന് എഴുത്, ഈ ഘട്ടകാലത്ത് ഒരു നല്ല ജീവിതാനുഭവം വായിക്കാൻ ഇടവരട്ടെ, മോശപ്പെട്ടതാവില്ല ടീച്ചറുടെ ബാക്കിയുള്ള ജീവിതാനുഭവങ്ങൾ, ടീച്ചർ അത് എഴുത് എന്നുള്ളൊരു പ്രോത്സാഹന കത്തൊക്കെ പിന്നീടുള്ള ജീവിതാനുഭവങ്ങൾ എഴുതാനായിട്ട് ഒരു പ്രേരണയായി തീർന്നു. സിന്ദൂര സ്മരണകൾ എന്നാണ് മോൻ അതിന് പേരിട്ടത്. റീത്ത ടീച്ചർ വിമല കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. വിമല കോളേജിന്റെ ആരംഭകാലം മുതൽ 1967 മുതൽ അന്നത്തെ ആദ്യത്തെ പ്രീ ഡിഗ്രി ബാച്ച് സ്റ്റുഡൻറ്റും തുടർന്ന് BA സോഷ്യോളജിയിലെ സ്റ്റുഡൻറ്റുമായിട്ടാണ് ടീച്ചർ തൻ്റെ പഠനം പൂർത്തിയാക്കിയത്. പഠനത്തിലായാലും പാഠ്യേതര പ്രവർത്തനങ്ങളായാലും ആത്മീയ ജീവിതത്തിലാണെങ്കിലും അവ ഒരുപാട് വളർച്ചയ്ക്ക് ഉപകരിച്ച, അതിന് സാധ്യത നൽകിയ ഒരു കലാലയമാണ് വിമല എന്നതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. അത് ടീച്ചറിന്റെ എഴുത്തുകളിൽ പ്രത്യേകിച്ച് 3 ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്. ആദ്യത്തെ 1-2 ബുക്കുകൾ പബ്ലിഷ് ചെയ്തു. ആദ്യത്തെ ബുക്കാണ് ഇപ്പൊ എൻ്റെ കയ്യിലിരിക്കുന്ന സുഗന്ധ സ്മൃതികൾ. ഈ ഒരു പുസ്തകത്തിൽ ടീച്ചർ പ്രധാനമായിട്ടും തന്റെ ബാല്യകാലത്തെക്കുറിച്ചും ഈ കലാലയത്തിലെ ജീവിതത്തെക്കുറിച്ചുമാണ് ഊന്നി പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ളവരുടെ ജീവിതത്തിന് പ്രകാശം നൽകുന്ന റീത്ത ടീച്ചർ നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ്. വിമല കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥിനി എന്ന നിലയിൽ വിമല കോളേജിന്റെ അഭിമാനവുമാണ് റീത്ത ടീച്ചർ. ഞാൻ അധ്യാപികയായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ കുട്ടികളുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അവരെ എങ്ങനെയൊക്കെ നന്മയിലേക്ക് നയിക്കാവുന്ന ചില രീതികൾ ഒക്കെ കടന്നു വരാനിടയായിട്ടുണ്ട്. അവരുടെ സ്നേഹവും അടുപ്പൊക്കെ അനുഭവിക്കാനിട വന്നിട്ടുണ്ട്. പിൽക്കാലത്ത് ഇപ്പോഴും അവരുടെ ആ സ്നേഹവും അടുപ്പങ്ങളൊക്കെ എനിക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതാനായിട്ട് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഞാനത് എഴുതി. മക്കളും അധ്യാപകരായിട്ട് ജോലി ചെയ്യുന്നതുകൊണ്ട് അവർക്കും അതിനോടൊരു പ്രത്യേക താല്പര്യം തോന്നിയിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ ഫലമായിട്ട് 3ാമത്തെ പുസ്തകത്തിൻ്റെ പണി ഏതാണ്ട് കഴിഞ്ഞിരിക്കുന്നു. അതും അടുത്ത് തന്നെ പുറത്തേക്ക് വരും. ഈ അമ്മ വിളക്കിൻ്റെ കഥയിലെ അമ്മയുടെ മകനായ ജോളി അച്ഛനോടൊപ്പം ക്രൈസ്റ്റ് കോളേജിൽ വിദ്യാഭ്യാസ രംഗത്ത് സേവനം ചെയ്യുന്ന ഒരു CMI സഭാംഗമാണ് ഞാൻ. അച്ഛൻ്റെ അമ്മയുടെ ഈ പുസ്തകം വായിച്ചപ്പോൾ, ജീവിതം അക്ഷരം കൊണ്ട് തുന്നിച്ചേർത്തപ്പോൾ ഉണ്ടായതാണ് ഈ പുസ്തകങ്ങളെന്ന് എനിക്ക് തോന്നുകയുണ്ടായി. ഇതിൽ നിറയെ ജീവിതമുണ്ട്, ഇതിൽ നിറയെ ബന്ധങ്ങളുണ്ട്, ഒപ്പം ഇതിൽ നിറയെ നമ്മുടെ ആചാരങ്ങളും നമ്മുടെ സംസ്കാരത്തിൻ്റെ
ആഘോഷങ്ങളുമുണ്ട്. ഉണങ്ങല്ല് കുത്തലും കല്യാണവും ഓണത്തിൻ്റെ ആഘോഷങ്ങളും നമ്മുടെ നാടൻ ക്രിസ്മസ് രീതികളുമൊക്കെ ഇതിൽ നിറയെ ഉണ്ട്. കേരള സംസ്കാരത്തിൻ്റെ ഒരു തേനറ എന്ന് നമുക്ക് ഈ പുസ്തകത്തെ നമുക്ക് കണ്ടെടുക്കാൻ പറ്റുന്നുണ്ട്. നമുക്കാകാവുന്ന സഹായങ്ങൾ മിഷന് വേണ്ടി ചെയ്യുന്നത് ഉചിതമാണ്, ചെയ്യേണ്ടതുമാണ് എന്നൊരു തോന്നല് മനസ്സിലുണ്ടായതിൻ്റെ ഫലം, അത് വളർത്താൻ സഹായിച്ചത്, ആ ചിന്ത വളർത്താൻ സഹായിച്ചത് മക്കളാണ്. അതിൻ്റെ ഫലമായിട്ടാണ് കിട്ടുന്ന തുക കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും അത് മിഷന് വേണ്ടി, മഡഗാസ്കർ മിഷന് വേണ്ടി, പ്രത്യേകിച്ചും അതൊരു ചലഞ്ചിങ് സ്റ്റേജിലായതുകൊണ്ട് ആ മിഷന് വേണ്ടി കൊടുക്കാമെന്നൊരു തീരുമാനം ഞങ്ങൾ എടുക്കാനിടയായത്. മൂന്ന് പതിറ്റാണ്ടുകൾ നീണ്ട അധ്യാപന ജീവിതത്തിലൂടെയും 78 വർഷത്തെ ജീവിതാനുഭവങ്ങളിലൂടെയും സ്വായത്തമാക്കിയ അറിവുകളിൽ നിന്ന് റീത്ത ടീച്ചർക്ക് ഇന്നത്തെ മാതാപിതാക്കളോടും മക്കളോടും പറയാൻ ഏറെയുണ്ട്. പലപ്പോഴും നമ്മുടെ ഭർത്താക്കന്മാർക്ക്, നമ്മുടെ മക്കളുടെ അപ്പന്മാർക്ക് ബലഹീനതകളുണ്ടാവും, കുറവുകളുണ്ടാവും. പക്ഷേ മക്കളുടെ മുന്നിൽ വെച്ച് അവരെ ഒരിക്കലും കുറച്ച് കാണിക്കരുത്. അപ്പനെ ബഹുമാനിപ്പിക്കാൻ അല്ലെങ്കിൽ ആ ബഹുമാനം കൊടുക്കാനുള്ളൊരു രീതി നമ്മൾ അമ്മമാർ മക്കളിൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പനോട് കലമ്പല് കൂട്ടുന്ന മക്കളാവരുത് നമ്മുടെ മക്കൾ. അവർക്ക് ബലഹീനതകൾ പലതും ഉണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ ഒരു പുരുഷനെ ചൂണ്ടി മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, ഇത് നിന്റെ അപ്പനാടാ എന്ന്. ആ ബഹുമാനം, സ്നേഹം മക്കള് അപ്പന്മാർക്ക് കൊടുക്കാൻ, അവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കാൻ നമ്മൾ അമ്മമാർ ശ്രമിച്ചുകൊണ്ട് അത് ശ്രമിക്കണം. അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായിട്ട് തിരിച്ചു വരും. സ്നേഹവും ക്ഷമയും നിറഞ്ഞ ജീവിതത്തിലൂടെ എങ്ങനെ ഒരു നല്ല ക്രിസ്തു ശിഷ്യയാകാമെന്ന് റീത്ത ടീച്ചർ ജീവിതം കൊണ്ട് കാണിച്ചു തരുന്നു. ഇലകൾ എന്നും പച്ചയായ ആറ്റുതീരത്ത് നട്ട മരം പോലെ അനേകരുടെ ജീവിത വഴികളിൽ തണൽ പകർന്നു നൽകുന്ന റീത്ത ടീച്ചർക്ക് ഇനിയും എഴുതി തീർക്കാൻ ഏറെയുണ്ട്. ഈ വാർദ്ധക്യത്തിലും സ്വന്തം കഴിവുകളിലൂടെ അനേകർക്ക് പ്രകാശം പകരുവാൻ തൻ്റെ ജീവിതത്തെ ഉപയോഗിക്കുന്ന ഈ അമ്മ വിളക്ക് ഇന്നത്തെ ജീവിത വ്യഗ്രതകളിൽ അനേകം ജന്മങ്ങൾക്ക് വലിയ മാതൃക തന്നെയാണ്.